വിനീത, അത് തന്നെയാണ്. വളരെ വേദന ഉണ്ടാക്കുന്ന വാർത്തയാണ്. ഈ അവസ്ഥ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈരാറ്റുപേട്ടയിലാണ്. ഇപ്പോഴും ഇവിടെ മഴ തോർന്നിട്ടില്ല എന്നുള്ളത്. അതായത് ഉച്ചയോടുകൂടി ആരംഭിച്ച മഴയാണ്. അത് ഇപ്പോഴും തോർന്നിട്ടില്ല. അതിപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ആ പ്രദേശത്ത് ഈ പറയുന്ന പ്രദേശങ്ങളെല്ലാം തന്നെ ഈ ഈരാറ്റുപേട്ട മോൾ ഭാഗമാണ്. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള 30 ഏക്കർ ആയാലും ശരി, ഈ പനയൽത്തോട്ടമായാലും ശരി, ഇവിടെയൊക്കെ തന്നെ ഉള്ളത് ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വളരെ ശക്തമായ മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഈ പ്രദേശങ്ങളിൽ ആശങ്ക വിട്ടുമാറുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനിടയിലും ചില നല്ല മനസ്സുകൾ, ചില നല്ല ആളുകളുടെ വാർത്തകൾ കൂടി അതിനോടൊപ്പം ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഈ നടക്കൽ എന്ന് പറഞ്ഞ ഈരാറ്റുപേട്ട നഗരത്തോട് ചേർന്നുള്ള ഭാഗമാണ്. അവിടെ നിന്നും കുറച്ചധികം ദൂരം, അതായത് 10-15 കിലോമീറ്ററോളം ഉള്ളിലേക്ക് പോകുമ്പോഴാണ് ഈ ഉരുൾപൊട്ടിയ സ്ഥലമുള്ളത്. അവിടേക്ക് ഈ ഉരുൾപൊട്ടിയ സ്ഥലത്തേക്ക് എത്തിയ യുവാക്കൾക്കാണ് ഇത്തരത്തിൽ ഈ ചെളിയിൽ കുതിർന്ന ഒരു ബാഗ് കിട്ടുന്നത്. ആ ബാഗിനുള്ളിൽ സ്വർണ്ണമായിരുന്നു. പക്ഷേ ആ യുവാക്കൾ അത് കൃത്യമായി അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന് തന്നെ, തിക്കോയ് പഞ്ചായത്ത് പ്രസിഡന്റിന് തന്നെ ഏൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇതിപ്പോൾ നിലവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. അതിനുള്ളിൽ വളകളും മാലയും അടക്കം 15 പവന്റെ സ്വർണ്ണമാണ്. അതായത് ആ മരിച്ച റജീനയുടെ അല്ലെങ്കിൽ അതിനുള്ളിൽ അവരുടെ സ്വർണ്ണമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, 2 ജീവനുകൾ അവിടെ പൊലിഞ്ഞു പോയിരുന്നു. റജീനയും ഒപ്പം തന്നെയും മകനായിട്ടുള്ള ജോസഫിനും. ഈ 2 ജീവനുകളും അവിടെ നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. അത് അവിടെ ആ വീട്ടിൽ ആ 2 പേർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ആ 2 ജീവനുകളും കവർന്നെടുത്തു പോയി എന്നുള്ളതാണ്. കാരണം അവിടെ വീടെന്ന് പറയാൻ ഒരു തറ അപ്പുറത്തേക്ക് മറ്റൊന്നും ഇല്ലാത്ത രീതിയിൽ പൂർണ്ണമായും മണ്ണ് ഇടിച്ചിൽ, ആ മണ്ണിടിച്ചിൽ പൂർണ്ണമായ മണ്ണ് നീക്കിക്കൊണ്ടുപോയിരുന്നു. അതിൽ അവശേഷിച്ചതാണ് ആ ബാഗിൽ ഉണ്ടായിരുന്ന സ്വർണവും, അല്ലെങ്കിൽ അതിൻ്റെ ബാക്കി അവശേഷിപ്പായിരുന്നു ആ സ്വർണ്ണങ്ങൾ എന്നുള്ളത്. അത് കിട്ടിയത് ചെറുപ്പക്കാർക്കാണ്. അല്ലെങ്കിൽ ഈ ഒരു ദുഃഖവാർത്തക്കിടയിലും ഒരു നല്ല മനസ്സിന്റെ അല്ലെങ്കിൽ നല്ലൊരു എടുത്തുകാട്ടലിന്റെ രീതി കൂടിയാണ് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴും മഴ തുടരുകയാണ്. ഈ പ്രദേശത്താക്കത്തിന് ആശങ്കയ്ക്ക് ഇപ്പോഴും കുറവില്ല എന്നുള്ളത് തന്നെയാണ്. ഇതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ മലയോര മേഖലയായ ഈരാറ്റുപേട്ടയ്ക്ക് മുകളിൽ ഭാഗത്തേക്ക് തിക്കോയും അതുപോലെ തന്നെ പ്രദേശങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. ഈ മഴ ഇങ്ങനെ തുടരുമ്പോൾ ഇതിന്റെ മറ്റൊരു വശം കൂടി ഇനി അനുഭവിക്കാൻ പോകുന്നത് അത് അപ്പർ കുട്ടനാട് മേഖലയെ പടിഞ്ഞാറൻ മേഖലയാണ്, കോട്ടയം ജില്ലയുടെ. കാരണം കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് ഇപ്പോൾ ഒഴുകിയെത്തി ഈ മലവെള്ളപ്പാച്ചിലും ഉരുൾപൊട്ടലിലെ വെള്ളം താഴേക്ക് ഒഴുകിയെത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. ചിലയിടങ്ങളിലൊക്കെ ചെറുതായി വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട്. രാത്രിയോട് കൂടിയൊക്കെ വലിയ തോതിൽ ആ ഈ ഇരച്ചെത്തിയ വെള്ളം അല്ലെങ്കിൽ ഒഴുകിയെത്തിയ വെള്ളം അത് കയറും. ഈ മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ പടിഞ്ഞാറൻ മേഖലയിൽ വലിയ ബുദ്ധിമുട്ടുകളിലേക്കും വലിയ വെള്ളപ്പൊക്കത്തിലേക്കും കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്.